ഹലോ ഗൈസ്, നമ്മളിന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. വേറെ ഒന്നുമില്ല, എൻ്റെ തുണികൾ തന്നെ ഞാൻ തന്നെ നനച്ച് ഞാൻ തന്നെ വിരിക്കുകയാണ്. ഇത്രയും ദിവസം വൈഫായിരുന്നു ചെയ്തത്. അപ്പോൾ ഇന്ന് വൈഫിനെ ഒന്ന് ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എൻ്റെയും മോൻ്റെയും ഡ്രസ്സസ് ഞാൻ ഇത് വാഷ് ചെയ്ത് വിരിക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് 2 ഡ്രസ്സേ ബാക്കിയുള്ളൂ. മകത്തിൻ്റെ ഒരു ടീഷർട്ടും എൻ്റെ ഒരു ഷർട്ടും. ബാക്കിയെല്ലാം നമ്മൾ വിരിച്ചു കഴിഞ്ഞു. അപ്പം ഇതോടെ ഡ്രസ് വാഷിംഗ് പരിപാടി അവസാനിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നനച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി. ഇടയ്ക്കൊരിക്കൽ കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വീണ്ടും ക്ലിയർ ചെയ്തു. ഇപ്പോൾ ഒന്നുകൂടെ അത് കേടായി. ഇനി അത് ശരിയാക്കുന്നത് വരയ്ക്കും ഇനി കമ്പനിയിൽ സർവീസിൻ്റെ ആൾ വരണം. അപ്പോൾ സർവീസ് കഴിയുന്നവരേക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഡ്രസ് വാഷിംഗ്. ഇതൊക്കെയാണ് നമ്മൾ ഇത്രയൊക്കെ നമ്മൾ വാഷ് ചെയ്ത് വിരിച്ച ഡ്രസ്സസ്സാണ്. എൻ്റെയും മകത്തിൻ്റെയും ഡ്രസ്സസ് ഇത്രയേ ഉള്ളൂ. കുറച്ച് ഡ്രസ്സ് നമ്മൾ വാഷ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്തായാലും മേളിൽ കയറി വന്നു. ഇത് പേരയ്ക്ക നിൽപ്പുണ്ട്. പേരയ്ക്ക നമ്മുടെ സ്വന്തം വീട്ടിൻ്റെ മുന്നിൽ വളർന്ന പേര. അതിലുള്ള പേരയ്ക്ക, ഒരു കെമിക്കലും ഇല്ലാതെ വളർന്ന പേര. സോ നമുക്ക് പഴുത്തത് നോക്കി പറിച്ച് കഴിക്കാം. അതായത് ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ട് ഗൈസ്. യെസ്, തൊട്ടോടം തന്നെ നടന്നു വന്നു. കൊള്ളാം, നല്ല പേരയ്ക്ക. ഇത് പച്ചയ്ക്ക് തന്നെ കഴിവാതെ തന്നെ കഴിക്കാം. കൊള്ളാം, നല്ല പഴുത്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. പ്രസ്സാവുന്നുണ്ട്. പണി കിട്ടി ഗൈസ്. ഇത് പുഴുവുണ്ട്, നമുക്ക് വേറെ പറിക്കാം ഗൈസ്. ഒരു പഴുത്ത പേരയ്ക്ക, അതായത് വിളഞ്ഞ് പഴുത്ത പേരയ്ക്കാണെന്ന് തോന്നുന്നു. നമുക്കിത് കയ്യിൽ കിട്ടുന്നുണ്ട്. സോറി, അത് കടിച്ചിട്ടുണ്ട്. ഇതിൽ അണ്ണാനോ കാക്ക എന്തോ കടിച്ചിട്ടുണ്ട് കണ്ടേ. അപ്പോൾ നമുക്കിത് വേണ്ട. കടിച്ചിട്ടുള്ള സാധനം നമുക്ക് വേണ്ട. അണ്ണാനോ കാക്ക എന്തോ ആണ് കടിച്ചത്. അപ്പോൾ ഇത് വേണ്ട, നമുക്കത് കളയാം. വേറെ നോക്കാം. ഇത് വേറെ ഇവിടെ നിൽക്കുന്നതെല്ലാം കടിച്ചിട്ടുണ്ട്. ഒരുപാട് നിപ്പുണ്ട്. വിളഞ്ഞത് നോക്കി നമ്മൾ പറിക്കുമ്പോഴത്തേക്ക് ഇത് വിളഞ്ഞിട്ടില്ല ഗൈസ്. അപ്പോൾ വീണ്ടും നല്ലൊരു പേരയ്ക്ക് തേടിയുള്ളൊരു ജേണിയിലാണ് നമ്മൾ. പഴുത്തിട്ടില്ല. ഓക്കെ, ട്രൈ ചെയ്യാം. ട്രൈ അൺടിൽ യു ഫൈൻഡ് ഇറ്റ്. ഇത് വലിയ പേരയ്ക്ക എന്നാരും വിചാരിക്കേണ്ട. കമ്പിളി നാരങ്ങയാണ്. കമ്പിളി നാരങ്ങ പഴുത്തത് നിൽപ്പുണ്ട്. അതായത് പഴുത്തതാണ്. ഇതെന്ത് കാണുന്നത് പഴുത്തതാണ്. ഇങ്ങോട്ട് നിൽക്കുന്നതൊക്കെ പച്ച, ചെറുത് പിഞ്ചെന്ന് പറയും. വളരെ പൊടിയായിട്ടുള്ളതാണ്. ഇത് അവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്. പക്ഷേ നമുക്കത് പറിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. വെറുതെ റിസ്ക് എടുക്കണ്ട. ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്. ഓക്കെ, എന്തായാലും കുറച്ച് എത്തി തന്നെ പറിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മളത് പറിച്ചിട്ടുണ്ട്. പക്ഷെ അത്ര വിളഞ്ഞതല്ല. കാരണം ചെറുതായിട്ട് വിളഞ്ഞിട്ടുണ്ട്, പക്ഷെ പഴുത്തിട്ടില്ല. കാരണം നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം. ഓക്കെ, എന്തായാലും കഴിച്ച് നോക്കാം. മധുരമുണ്ട്. അതായത് നല്ലോണം പഴുത്തിട്ടൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ആ ഒരു ചെറിയൊരു മധുരം ഉണ്ടല്ലോ, ആ മധുരം ഉണ്ട്. ആക്ച്വലി വൈഫിന് ഇങ്ങനത്തെ പേരൊക്കെ തിന്നാനാണ് ഇഷ്ടം. ഒരുപാട് പഴുക്കാത്തതായിട്ട് ഇത് ഈ സ്റ്റേജിലുള്ളത് കഴിക്കാനാണ് വൈഫിന് ഇഷ്ടം. നോക്കാം, വൈഫിനുണ്ട് കൊടുത്ത് നോക്കാം. മൈ ഫേവറേറ്റ് ഫുഡ്. പേരൊന്നും പറഞ്ഞൂടാ, എനിക്ക് മകത്തിന് വേണ്ടി ഉണ്ടാക്കുന്നത്. അനു, വാട്ട് ആർ യു ഡൂയിങ്? വേണോ പേരയ്ക്ക? കറക്റ്റ് വിളഞ്ഞ പേരയ്ക്ക. ഇത് അനു എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പുതിയൊരു സാധനം, പുതിയൊരു ഡിഷാണ്.